അമൽ നൗഷാദ് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്തിട്ടുള്ള 2021 റിലീസായ ഒരു സിനിമയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ സൈൻ അപ്പ് പ്ലേ OTTയിൽ സിനിമ അവൈലബിൾ ആണ്. ഏകദേശം 1 മണിക്കൂർ അടുത്ത് മാത്രമാണ് സിനിമയ്ക്ക് ദൈർഘ്യമുള്ളത്. അപ്പോൾ അത്രയും ചെറിയൊരു സിനിമ എന്തിന് സജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ എന്ന പറച്ചിൽ എന്നിൽ നിന്ന് ഉണ്ടാവാനുള്ള കാരണങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ വിഷ്വലൈസേഷൻ, ആക്ഷൻ കൊറിയോഗ്രഫി, പുല്ല്, ആ കാട്, രാത്രി, ഇതിൻ്റെ വിഷ്വൽ പരിപാടികൾ ഗംഭീരമാണ്. സിനിമ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയത്ത് ഒരു സ്റ്റോറി ടെല്ലിങ്ങും പിന്നെ കുറച്ച് വരയ്ക്കൽ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. വല്ലാത്തൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന സിനിമ. തുടങ്ങി ആദ്യത്തെ കുറച്ച് സമയം എനിക്ക് ഇത് ഭയങ്കര സ്ലോയി പോകുന്ന ഒരു പടമാണോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഒരു സിംഗിൾ ഷോട്ടിൽ 2 പേര് ആ നാട്ടിലുള്ള ചില കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. പക്ഷേ ആ കഥ പറച്ചിൽ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഒരു പാട്ടങ്ങോട്ട് തുടങ്ങും, അവിടെ മുതൽ സിനിമ ടേക്ക് ഓഫ് ആണ്. എന്ന് വെച്ചാൽ ആ പാട്ടുകൾ, ഈ സിനിമയിൽ വരുന്ന പാട്ടുകളും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പൊളി വർക്കാണ്. സഞ്ജയ് പ്രസന്നനാണ് ഇതിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പുകഴ്ത്താതെ പോകാൻ പറ്റാത്ത അത്രയും മാരകമായിട്ടുള്ള വർക്കാണ്. ഇതിലെ പാട്ടുകളൊക്കെ നമുക്ക് പിന്നെയും കേട്ട് നോക്കാൻ തോന്നുന്ന, എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത വൈബാണ്. മറ്റേ ഒരു റൂട്ട്സിൽ നിന്ന് എടുക്കുന്നത്, അതായത് നമ്മുടെ മണ്ണിൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയില്ലേ, ഒരു ഗംഭീര വർക്കാണ്. പ്രത്യേകിച്ച് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ, ക്ലൈമാക്സിന് മുമ്പുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അവിടെ ഈ അഭിനേതാക്കളിൽ നിന്നും വിഷ്വൽസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതിനും മുകളിൽ നമ്മൾ ഈ പടത്തിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കുന്നത് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. കിഡിലോസ്കി വർക്ക്. നിസ്മൽ നൗഷാദാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി പരിപാടി ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ആനിമയൊക്കെ കാണൂലേ, അതായത് നല്ല കിഡിലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെയുള്ള ഷോട്ടുകളൊക്കെ കാണാറില്ലേ, അതുപോലെയാണ്. കാരണം ഇതിൻ്റെ സ്റ്റോറി വളരെ സിമ്പിളാണ്. ഒരു നാട്ടിൽ എല്ലാവരും ദേവിയായി കാണുന്ന ഒരു പെൺകുട്ടിയെ ആ നാട്ടിൽ തന്നെയുള്ള മേൽജാതിക്കാരായിട്ടുള്ള ആളുകൾ ആക്രമിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവൾ ഓടി ഒരു പുൽക്കാട്ടിലേക്ക് കയറുന്നു. ആ പുൽക്കാടെന്ന് പറയുന്നത് അന്നാട്ടിലെ കീഴ്ജാതിക്കാർക്ക് മാത്രം കയറാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടെ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്, കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഇരിക്കുന്ന, പുറത്തുള്ളവർക്ക് വലിയ ധാരണയൊന്നുമില്ലാത്ത ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണുള്ളത്. അപ്പോൾ അവൾ അവിടേക്ക് ഓടിക്കയറുന്നു. അവിടെ ഒരു കള്ളൻ അവളെ സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം ഇവരും കാട്ടിലേക്ക് വരുന്നു. ഇവരുമായിട്ടുള്ള പോരാട്ടം, ആ കുട്ടിയെ രക്ഷിക്കുമോ ഇല്ലയോ എന്നൊക്കെ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. അപ്പോൾ ഇവർ ഈ കാട്ടിനകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇതിൻ്റെ പരിപാടി മുഴുവൻ മാറണം. എന്ന് വെച്ചാൽ കൂറ്റാക്കൂറ്റിട്ട് കുറേ മറ്റേ ആൾപ്പൊക്കത്തിന് മുകളിൽ നിൽക്കുന്ന അത്രയും ഹൈറ്റിൽ വളർന്നിട്ടുള്ള പുല്ലുകൾ, തൊട്ടാൽ കൈ മുറിയുന്ന പോലത്തെ. ഞാൻ ആലോചിക്കുന്ന ഈ സിനിമയുടെ ഷൂട്ട് കഴിയുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും ദേഹം മുഴുവൻ മുറിവായിരുന്നിരിക്കും, അത്രയും ഒരു പുല്ലിൻ്റെ ഇടയിൽ കൂടി ഓടുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും കുഞ്ഞു സാധനങ്ങളേ ഉള്ളൂ, ഒരുപാട് മറ്റേ വിഷ്വൽ ബ്യൂട്ടി കാണിക്കാനുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷെ അതിനുള്ളിൽ നിന്നുകൊണ്ട് ആ ക്യാമറ മൂവ്മെൻറ്റ്സ് കൊണ്ടും ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മളിങ്ങനെ ഇരുന്ന് പോകും. പടത്തിൽ നിന്ന് വേറെ എങ്ങോട്ടും നമ്മുടെ കണ്ണ് പോവാത്ത രീതിയിൽ, ഉടക്കി പോകുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സും പരിപാടികളാണ്. ഹരി ദേവകിയാണ് സിനിമ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ആർട്ട് ഡയറക്ടർ രോഹിത് പെരുമ്പടപ്പിൽ. മേക്കപ്പ് ആൻഡ് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് അഖിൽ സുരേന്ദ്രനാണ്. മേക്കപ്പിനേക്കാൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റണ്ട്സ്, ആ കൊറിയോഗ്രഫി, ആക്ഷൻ പരിപാടികൾ അത് സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആ നാട്ടിലെ, എന്ന് വെച്ചാൽ ഇതിന് നമുക്കൊരു സാങ്കല്പിക ലോകത്ത് നടക്കുന്ന കഥ പോലെ എന്ന് വേണമെങ്കിൽ കരുതാം. ഇങ്ങനൊരു ഗ്രാമം, അവിടെ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ, ആളുകൾ 2 തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നു. അവിടെ ഒരു ദേവി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർ കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തിട്ട് ദേവിയാക്കുന്നു. നമുക്കിതിനൊരു ഹൈലി പൊളിറ്റിക്കൽ ആംഗിളിൽ വേണമെങ്കിൽ നോക്കി കാണാം. നമ്മുടെ നാട്ടിലെ പലയിടങ്ങളിലും നടക്കുന്ന, എത്രയോ ഇടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ പോയിട്ടുള്ള പല സംഭവങ്ങളുടെയും ഒരു തീം എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു രീതിയിൽ നമുക്കതിനെ നോക്കി കാണാം. ഇനി അതല്ലെങ്കിൽ ഒരു കഥാപുസ്തകത്തിലെ കഥ വായിക്കുന്നത് പോലെ നമുക്കതിനെ നോക്കി കാണാം. ഈ 2 തരത്തിൽ നോക്കുമ്പോഴും ആ സാഹചര്യങ്ങളോട്, അവിടുത്തെ മനുഷ്യരോട് ഒക്കെ നീതി പുലർത്തുന്ന രീതിയിലുള്ള അടി പരിപാടികളൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. സൗണ്ട് റീ റെക്കോർഡിംഗ് മിക്സർ സിനോയ് ജോസഫ്, സൗണ്ട് ഡിസൈൻ അതുൽ വിജയൻ, ദിൽരാജ് ഗോപി, സഞ്ജയ് പ്രസന്നൻ, കളറിസ്റ്റ് വരുന്നത് രജത് രാജഗോപാൽ. ഞാൻ ഇതിൽ പേരുകൾ ഇങ്ങനെ നോക്കി പോകുമ്പോഴേ പല പേരുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവർത്തിച്ച് വരുന്നുണ്ട്. ഒരു കൂട്ടായ്മയിൽ ഉണ്ടായി വന്ന സിനിമ എന്ന് പറയുന്നതിൻ്റെ ഒരു ബ്യൂട്ടിയാണ് ഈ ലിസ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേ ബ്യൂട്ടി നമുക്ക് സിനിമയിൽ കാണാനുണ്ട്. സുർജിത് ഗോപിനാഥ്, അദ്ദേഹത്തിന് നമ്മൾ പല സിനിമകളിലായിട്ട് കണ്ടിട്ടുള്ളതാണ്, കുഞ്ഞു വേഷങ്ങളിലൊക്കെ. അദ്ദേഹത്തിന് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട, ഇതിലെ കള്ളൻ്റെ റോൾ ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ്. ആ മെയ്വഴക്കം, ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, എക്സ്പ്രഷൻസ്, ഡയലോഗ് ഡെലിവറി ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ബാക്കിയുള്ള ആൾക്കാരിലേക്ക് വരുമ്പോഴും ഒരു ഗംഭീരമാരക പ്രകടനം, എക്സ്പ്രഷൻ വൈസ് അങ്ങനത്തെ ഒരു സ്പേസ് ഇവിടെ ഇല്ല. ഈ സിനിമയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. വളരെ ക്രിസ്പായി, ഡീറ്റെയിലിംഗ് കൊടുക്കേണ്ടടുത്ത് നല്ല ഡീറ്റെയിലിംഗ് കൊടുത്ത്, വിഷ്വൽസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഗംഭീര മ്യൂസിക്കോടുകൂടി ഒരു കിഡിലോസ്കി പ്രസൻറ്റേഷൻ. 1 മണിക്കൂർ ഞാൻ സമയം പോയത് അറിയാതിരുന്ന് കണ്ടതാണ്. 5 പൈസ ചിലവുണ്ടാവില്ല സൈൻ അപ്പ് പ്ലേ OTT സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ. ചില ആളുകൾക്ക് ഈ പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഒരു അകൽച്ചയൊക്കെ ഉണ്ട്. പൊളിറ്റിക്സ് ആയിട്ടൊന്നും കാണണ്ട, ഒരു നാടോടി കഥ, ഒരു നാട്ടിൻപുറത്തെ കഥ എന്നുള്ള രീതിയിൽ ആ സിനിമയെ കണ്ടു കഴിഞ്ഞാലും ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. പല ഫിലിം ഫെസ്റ്റിവലുകളിലായിട്ട് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒരുപാട് ചർച്ചകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്.
പക്ഷേ ഞാൻ ഈ സിനിമ കാണാൻ വൈകിപ്പോയല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ വീണ്ടും പറയുന്നത് ഈ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സ്ലോ പേസ് പരിപാടിയല്ലേ, അതിലേക്കൊന്നും അല്ല സിനിമ പോകുന്നത്. വിഷ്വലി ഭയങ്കര രസമാണ്. നിങ്ങൾ ഒരു വട്ടം കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾ ഈ സിനിമ ഓൾറെഡി കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.